ഏകദേശം 295 ഡേയ്സ് ആണ് സ്മോക്ക് ഫ്രീ ആയിട്ട്. ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്ര നാൾ സ്മോക്ക് ഫ്രീ ആയിട്ട് എന്ത് ഗുണം അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നാച്ചുറൽ നോർമലും വളരെ സ്ട്രെയിൻ എടുക്കാതെയും ശരീരത്തിന് എന്താ പറയുക ഒരു ഇക്വിലിബ്രിയംസ് കിട്ടുന്നുണ്ട്. അത് പ്രധാനമായിട്ട് അത് നഷ്ടപ്പെട്ടത് സ്മോക്കിംഗ് വഴിയാണ്. ഒരു എന്താ പറയുക സെക്ഷൽ എനർജി, സ്വയം ക്രിയേഷൻ, ഇതൊക്കെ ശരീരത്തിൽ നാച്ചുറൽ അളവിൽ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കാര്യമാണ്. അതുപോലെ ഡിപ്രഷൻ, ശരീരം പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളെല്ലാം ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് പയ്യെ 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 തിരിച്ച് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് സ്ട്രെസ് എന്ന് ഇടാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്ട്രെസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു വിഗർ, ഒരു ഊര് കിട്ടുന്നു. ആ ഊരിൽ ബാക്കിയുള്ളവർ ആകൃഷ്ടരാകുന്നു. ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. ഇത് പറഞ്ഞ പോലെ പലരും ഇത് കേട്ടാൽ സമ്മതിച്ചൊന്നും തരില്ല, പക്ഷേ ഇതൊക്കെയാണ് സംഭവം. അതൊരു എന്താണ് ദിവസങ്ങൾ കൂടുന്തോറും എന്ത് മാറ്റം സംഭവിക്കുന്നത്? സിഗരറ്റ് വലി നിർത്തിയ ഒരു മാസം 2 മാസത്തിനുള്ളിൽ അല്ല, ഇത് ഓരോ ദിവസത്തെയും സംഭവമാണ്, പ്രോഗ്രാം പോലെയാണ്. അത് നമ്മൾ ഡെവലപ്പ് ആവുകയാണ്. ഇപ്പോൾ 10 മാസത്തിനടുത്തായി, ഇതിലൊരു വർഷം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 10 മാസം അനുഭവിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു പ്രോഗ്രസ്സും അല്ലായിരിക്കും അടുത്ത 2 മാസം അനുഭവിക്കുന്നത്. അതല്ലായിരിക്കും അടുത്ത 1.5 വർഷം ഞാൻ കഴിക്കുമ്പോൾ അനുഭവിക്കുന്നത്. ചിലപ്പോൾ ലൈഫേ മാറിപ്പോയേക്കാം. ഇത് ദൈവം എനിക്ക് മുന്നോട്ട് ഇട്ട് തന്നേക്കുന്ന ഒരു പിടിവള്ളിയാണ്, ഒരു ഹോപ്പാണ്. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ എന്തൊക്കെ രീതിയിൽ തല ഉപയോഗിച്ചു കഴിഞ്ഞു. കുറച്ച് ഈ പറഞ്ഞ പോലെ എൻ്റെ എനർജി കുറേ നെഗറ്റീവായിട്ട് പോയി, സെക്ഷുവാലിറ്റിയിലേക്ക് പോയി. കാര്യം എന്ന് വെച്ചാൽ ഹോർമോൺ ക്രിയേഷൻ ഒരു എക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ ഹോർമോൺ ക്രിയേഷൻ ഭയങ്കരമായപ്പോൾ പ്രേമം അതുപോലുള്ള ആസക്തികൾ കുറച്ചും കൂടി കടുത്തപ്പെട്ടു. അപ്പോൾ ഈ പ്രേമം, കാമം പോലുള്ള ആസക്തികൾ അത് അതിൻ്റെ രീതിയിൽ അത് റിസോൾവ് ചെയ്യേണ്ടതാണ്. പക്ഷേ അടിസ്ഥാനം ഇതിൻ്റെയൊക്കെ ഒരു സിഗരറ്റ് വലിയാണ്. അത് സിഗരറ്റ് വലിയിൽ നിന്നാണ് ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ അൺറിസോൾവ്ഡ് ആയിട്ട് കിടന്നിരുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഡീൽ ചെയ്യുകയാണ്. ചിലപ്പോൾ ഇനി ഇതൊക്കെ വീണ്ടും മൂർച്ഛിക്കാം. പ്രേമാസക്തിയും കാമാസക്തിയും അതുപോലെ തന്നെ ഒക്കെ വീണ്ടും മൂർച്ഛിക്കാം. പക്ഷേ അത് മൂർച്ഛിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺ ലെവൽ നോർമലാണെങ്കിൽ അത് അത്ര ഇൻറ്റൻസായിട്ട് വരും. അത്ര ഇൻറ്റൻസായിട്ട് ഒരു നോർമലായിട്ടുള്ള ഒരാൾ, സ്മോക്കിംഗ് ഒന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉദാഹരണം വിപിലൊക്കെ എന്ന് പറഞ്ഞാൽ അവനൊക്കെ കുറേ സിഗരറ്റ് വലിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, അങ്ങനെ ഒരു തരം വൃത്തികെട്ട ഡ്രഗ്സ് അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിൽ കുറേ കോപ്പിംഗ് മെക്കാനിസംസ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനും അധികം പ്രേമാസക്തി വന്നാൽ തന്നെ ഡീൽ ചെയ്യാൻ പറ്റും. കാമസക്തി പ്രശ്നം വന്നാൽ മറ്റേ വലിയനോ കൂടിയനോ ഡീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മൃദുല ഹൃദയന്മാരാണ്, തകർന്നടിഞ്ഞു. ഒന്നിനെയും ഡീൽ ചെയ്യാൻ പറ്റില്ല. ഒന്നും ജീവിതം മൊത്തത്തിൽ തകർന്നു പോകുന്ന ഒട്ടും ശക്തിയില്ലാത്തവരാണ്, പളുങ്ക് മനസ്സുള്ളവരാണ്. അതൊക്കെയാണ് ഒരു പ്രത്യേക കൂട്ടം ആളുകളാണ് ഈ ആസക്തി രോഗികൾ. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് തന്നെ മണ്ടത്തരം കാണിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമില്ല. എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എത്ര ഒരു 10 മാസത്തിനടുത്ത് മാറി നിൽക്കാൻ സാധിച്ചത് നമുക്ക് ഭയങ്കര കാര്യം തന്നെ, സത്യം പറയാം. ദിവസവും അമ്പലത്തിൽ പോയി അങ്ങനെ സെക്സ് അഡിക്ഷൻ സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ എക്സസൈസുകളൊക്കെ ഇപ്പം മടിയൊക്കെ ആയിട്ട് കുറേ നാൾ എക്സസൈസും ചെയ്യുന്നില്ല, പക്ഷേ എക്സസൈസൊക്കെ കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് 6 മാസം കഴിഞ്ഞ് പോയി. അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ നമ്മുടെ ലൈഫിനെ അതിപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഒരിക്കലും അതിനെന്തൊരു ഇഷ്യൂ വന്നാൽ തന്നെ അത് ഇതിനെ ബാധിക്കാത്ത രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം സിഗരറ്റ് വലി നിർത്താനും ഫോണഡിക്ഷൻ നിർത്താനും ആണ് ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ പോയത്. സോ അതുപോലെ വേറെ ഈ പറഞ്ഞ പോലെ ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് ചെന്ന് പെടാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പണ്ട് ഞാൻ 2 വർഷം മാറി നിന്നപ്പോൾ എനിക്ക് അനുഭവിച്ച അതേ മാറ്റങ്ങൾ ഇനി അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിനി സാധിക്കാവുന്ന ഇനിയും എൻ്റെ കൂടുതൽ ആകർഷണീയതയും എൻ്റെ ചാമിനസും എൻ്റെ അട്രാക്റ്റീവ് പവറും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. എൻ്റെ ബുദ്ധി വൈഭവവും എൻ്റെ ആളുകൾക്ക് എന്നെ പറ്റിയുള്ള ആവശ്യവും. ഇപ്പം എൻ്റെ ആവശ്യമുണ്ട്, നേരത്തെ ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മയിട്ട് ഹൈദരാബാദിൽ സിഗരറ്റ് വലി തുടങ്ങിക്കഴിഞ്ഞ് എന്നെ ആവശ്യമുള്ളത് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ സിഗരറ്റ് വലിയും പോണോഗ്രഫിയും എല്ലാം മിക്സായി വന്നാൽ ഒരു വെറുതെ രൂപമാണ് ഞാൻ. സിഗരറ്റ് വലി നിർത്തിയേക്കാണ്. പോൺ മാത്രമാണെങ്കിൽ അത്ര കുഴപ്പമില്ല. പോൺ മാത്രം നിർത്താൻ വളരെ ഞാൻ അശക്തനാണ് ആ ഒരു കേസിൽ.
എൻ്റെ ജീവിതത്തെ മൊത്തം നോക്കിയാൽ അറിയാം, പോയിൻ്റ് നമ്പർ ഞാൻ സീറോ ഇതാണ്. സിഗരറ്റിലാണ് എനിക്കൊരു പിടിവള്ളിയുള്ളത്. സിഗരറ്റ് പിടിച്ചാൽ ഞാൻ ഇപ്പോഴും ആ സ്വഭാവത്തിൽ മുന്നോട്ട്, കാരണം ദൈവം അനുഗ്രഹിച്ചതാണ് സിഗരറ്റിൻ്റെ കേസിൽ. നീ ഇതിൽ നിന്ന് മാറി നിൽക്കും, നിനക്ക് അതിൻ്റെ ശക്തി തരുന്ന ദൈവം പൊക്കിക്കൊണ്ട് വന്നതാണ് എന്നെ. അത് ഞാൻ ദൈവത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പം